നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഇരിങ്ങാലക്കുട സെന്ററിൽ 2000 സ്ക്വയർ ഫീറ്റിൽ നവീകരിച്ച ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ സമർപ്പണം 21 രാവിലെ 11 മണിക്ക് ഇരിങ്ങാലക്കുട MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ നിർവഹിക്കും. ഇരിങ്ങാലക്കുടയുടെ പ്രതിനിധിയായി വീണ്ടും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന് സ്വീകരണവും ഇതോടൊപ്പം ഒരുക്കും. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ മുഖ്യാതിഥിയായിരിക്കും. ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് VJ തോംസൺ, സെക്രട്ടറി K സതീഷ്, ട്രഷറർ പ്രമീള അശോകൻ, വൈസ് പ്രസിഡന്റ് പോൾ കാഞ്ഞിരത്തിങ്കൽ, ഫിസിയോതെറാപ്പിസ്റ്റ് അർജുൻ അശോക്, നഴ്സിംഗ് സൂപ്പർവൈസർ ഷൈജി ജോസ്, അക്കൗണ്ടന്റ് ഷൈസി ജസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു. പറവൂർ ശ്രീനാരായണ പരസ്പര സഹായ സംഘം വർഷം തോറും ആൽഫ പറവൂർ സെന്ററിന് നൽകിവരുന്ന സഹായധനം ഇത്തവണയും നൽകി. ഭാരവാഹികളായ ജോഷി, രവി, ബേബി എന്നിവർ ചേർന്ന് സെന്റർ രക്ഷാധികാരി KV സത്യൻ മാസ്റ്റർക്ക് തുക കൈമാറി. ക്യാൻസർ രോഗബാധിതനായിരിക്കെ ആൽഫ മാള സെന്ററിന്റെ പരിചരണത്തിലിരുന്ന മേലടൂർ സ്വദേശി വിദ്യാസാഗറിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ മരണശേഷം ആൽഫ മാള സെന്റർ സന്ദർശിച്ച് തങ്ങളുടെ സ്നേഹം അറിയിച്ചു. രോഗം മൂലം ഏറെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് കുടുംബം അദ്ദേഹത്തെ ആൽഫയുടെ പരിചരണത്തിലാക്കിയത്. തന്റെ പിതാവിന് ലഭിച്ച പരിചരണം ഒരിക്കലും മറക്കില്ലെന്ന് അറിയിച്ച കുടുംബാംഗങ്ങൾ സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കായി സംഭാവന നൽകിയാണ് തിരിച്ചുപോയത്. ആൽഫ വെള്ളാങ്കല്ലൂർ ലിങ്ക് സെന്ററിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. ആക്ടിംഗ് പ്രസിഡന്റ് ഷഫീർ കാരുമാത്ര പതാക ഉയർത്തി. കമ്മിറ്റി അംഗങ്ങളും സ്റ്റാഫ് അംഗങ്ങളും വോളണ്ടിയർമാരും പങ്കെടുത്തു. ആൽഫ തിരുവല്ല സെന്ററിൽ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനം ആചരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.